ഹലോ വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് വിശ്വസിക്കുന്നു. ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ വേറെ ഒന്നുമല്ല, നമ്മുടെ താലപ്പൊലി കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ താലപ്പൊലി ഞാൻ ഇൻട്രോ കൊടുക്കുന്നത് ഇത് വീഡിയോ ഒക്കെ എടുത്ത് താലപ്പൊലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ. അപ്പോൾ താലപ്പൊലിയൊക്കെ അടിച്ചു പൊളിച്ചു ഗംഭീരമായിരുന്നു. ഞങ്ങളൊരു 2 പ്രാവശ്യം അടുപ്പിച്ച് പോയി. ഇത് ഞങ്ങൾ അച്ഛൻ്റെ 2 ദിവസം അടുപ്പിച്ച് പോയിട്ടാ. അതായത് 4-ാം താലപ്പൊലിക്കും അതുപോലെ തന്നെ 5-ാം താലപ്പൊലിക്കും അല്ലെങ്കിൽ 3-ാം താലപ്പൊലിക്കാണ് 4-ാം താലപ്പൊലിക്കാണ് 2 രാത്രികൾ അടുപ്പിച്ച് പോയി. ഒരു ദിവസം ഞങ്ങൾ പോയത് ഞങ്ങൾ 4 പേര് മാത്രമായിരുന്നു. ഞാനും ചേട്ടനും നീലിച്ചേട്ടനും 5 ചേച്ചിയും പിള്ളേരും മാത്രമായിരുന്നു. പിറ്റേ ദിവസം നമ്മൾ ലീനമ്മേനായിട്ടും സീതമ്മേനായിട്ടും പോയി. സിജിയമ്മയും അതിന് കണ്ണച്ചനും വന്നില്ല. അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞു, തണ്ടൽ കഴപ്പായിട്ട് ജോലിക്ക് പോയി വന്നതിന് ശേഷം പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ ചുറ്റി തിരിഞ്ഞ് നടന്ന് പിന്നെ നമ്മൾ പറഞ്ഞു വയ്യാന്ന് പറഞ്ഞു, വയ്യാണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ 2 ദിവസം അടുപ്പിച്ച് പോയി. ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഇത് ഇന്നലെ പോയ കണ്ട സെയിം സംഭവം തന്നെയാണ് ഇന്ന് പോയി കാണാൻ പോകുന്നതെന്ന് അറിഞ്ഞിട്ടും ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ഉത്സവം അല്ലെങ്കിൽ താലപ്പൊലി സംഭവങ്ങളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ എന്താ പറയുക, ജനസമുദ്രമായിരുന്നു. നല്ല തിരക്കാണ്. ആൾക്കാർ കുറേ പേരെ കാണാൻ പറ്റി. കുറേ നമ്മുടെ ഫാൻസിന് നമ്മളെ ഇഷ്ടമുള്ളവർ ഒത്തിരി പേരെ നമുക്ക് കാണാൻ പറ്റി. അവരെല്ലാവരും നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞു, കുഞ്ഞു കുട്ടികളടക്കം നമ്മുടെ അടുത്ത് വന്ന് സെൽഫിയൊക്കെ എടുത്ത് പോയി. അതേപോലെ നല്ല എന്താ രസമായിരുന്നു പോയി കാണാനൊക്കെ ആയിട്ട്. പിന്നെ ഏറ്റവും രസമായി തോന്നിയത് നമ്മുടെ കുറേ അവിടെ ഗെയിംസൊക്കെ ഉണ്ടല്ലോ, മറ്റേ തൊട്ടി ഊഞ്ഞാലും പിന്നെ വഞ്ചി ഊഞ്ഞാലും പിന്നെ അതേപോലെ തന്നെ കുറേ അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അടിപൊളിയായിരുന്നു. നിന്ന് കാണാനായിട്ട് നല്ല രസമായിരുന്നു. എനിക്ക് പേടിയാണ്. 5 ചേച്ചിക്കും നീലിച്ചേട്ടനും ഭയങ്കര ആഗ്രഹമായിരുന്നു കയറുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ പിള്ളേരുള്ളതുകൊണ്ട് നമുക്കതിന് പറ്റിയില്ല. പിന്നെ ഇവർക്ക് കുറേ ടോയ്സൊക്കെ വാങ്ങിച്ചു. നല്ല തീ പിടിച്ച വിലയായിരുന്നു. എന്നാലും പിള്ളേർ ആദ്യത്തെ താലപ്പൊലിയല്ലേ, ആദ്യമായിട്ട് ഇങ്ങനെ കാണാൻ പോയതല്ലേ വെച്ചിട്ട് അവർക്ക് ടോയ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തു, പാർക്കുട്ടിക്കൊക്കെ. പിന്നെ എന്താ പറയുക, പിന്നെയുള്ള ബാക്കിയുള്ള വിശേഷങ്ങൾ നിങ്ങൾ കാണാം. അപ്പം ഞാൻ ഈ രണ്ട് ദിവസം പോയ വീഡിയോ ഞാൻ ക്ലബ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. ആദ്യത്തെ പാട്ടിൽ ഇട്ടിട്ടുള്ളത് ലീനമ്മേനും സീതമ്മേനായിട്ട് പോയിട്ടുള്ള വീഡിയോ. പ്ലസ് അതിൻ്റെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ 4 പേരും പോയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുള്ളത്. ക്ലബ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയുക, കമൻറ്റ് ചെയ്യട്ടെ ഗൈസ്. അപ്പം നിങ്ങളെ ചിലപ്പോൾ കാണാൻ പറ്റും. കാരണം ഞാൻ വീഡിയോ എടുത്താലും ഞങ്ങളെക്കാളും കൂടുതൽ ഞാൻ എടുത്തിട്ടുള്ളത് താലപ്പൊലി കാവും അതേപോലെ തന്നെ ആൾക്കാരെയാണ് എടുത്തിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ചിലപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് എന്താ പറയുക മിസ് ചെയ്യേണ്ടെന്ന് കണ്ടു നോക്കിയിട്ട് വാ. അപ്പോൾ ഗൈസ് നമ്മുടെ ലീനമ്മ എത്തിയിട്ടുണ്ട്. ലീനമ്മ ജോലി കഴിഞ്ഞ് വന്ന് നേരെ വീട്ടിലെത്തി. നമ്മൾ പടിഞ്ഞാറമ്മയ്ക്കുള്ള ബസ്സിൽ കയറി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും ഒന്നും കഴിക്കാണ്ട് ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ കാലത്തെ ദോശമാവ് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ലീനമ്മയ്ക്ക് 5 ചേച്ചി ചുട്ടു കൊടുത്തിട്ട് അമ്മ കറുമുറയെ തിന്നേത്. നമുക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ മുരിഞ്ഞ ദോശ. അപ്പം അമ്മതേ സാമ്പാറും കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ പാനരന്മാർ നമ്മുടെ ഐനൂസും അതേപോലെ തന്നെ നമ്മുടെ കാശുകൂട്ടനും ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട് അമ്മമ്മയുടെ കൂടെ. നീലിച്ചേട്ടനും നിധിച്ചേട്ടനും വെടിക്കെട്ട് കാണാൻ പോയിക്കേട്ടാ. അവരത് കഴിഞ്ഞ് കണ്ടിട്ട് വന്നിട്ട് വേണം നമുക്ക് പോവാനായിട്ട്. ചേച്ചി അമ്മേ, ഓ എന്തൊരു കുലീന വിനിയും. ചേച്ചി എന്തിനാ ചുരിദാറായിരുന്നു മാറാൻ ഉദ്ദേശമുണ്ടോ ചേച്ചിക്ക്? അപ്പൊ ഗൈസ് നമ്മുടെ ഒരു ചേട്ടൻ വീട്ടിലെത്തിയിട്ടുണ്ട്. നല്ല തിരക്കാന്നാ പറയണേ. അതുകൊണ്ട് ലേറ്റ് ആയിട്ട് പോയാൽ മതിന്നാണോ പറയണേ? അതെ പറഞ്ഞേ. ലേറ്റ് ആവുന്ന ആൾക്കാർ കൂടോ? ഇത്ര ദൂരല്ലേ വേണ്ട. നമ്മ ചോദിക്കണേ മമ്മ വാങ്ങിച്ചതാ പറയണേ. താലപ്പൊലിക്കുമ്പോ എന്തെങ്കിലും വേണ്ട പറഞ്ഞു. അമ്മോട് പറയും ചെല്ല ലീന മാമ വിളിക്ക്. അമ്മേ അവളെന്തോ പറയുന്നു, ഡോക്ടർ സെറ്റ് വേണമെന്ന്. ഇന്നലെ പിക്ചർ സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ, ഇന്ന് ഡോക്ടർ സെറ്റ് വേണം. ഓക്കേ നമുക്കെന്താ വാങ്ങിച്ചരമ്മ? ഭാഗ്യം
വീഡിയോ ഓൺ ആയതുകൊണ്ട് അതേ പറഞ്ഞു. അപ്പോൾ നമ്മളെ കൊണ്ടുപോകാനായിട്ട് നിഖിൽ ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ നിതീഷ് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മൾ ഇവരെല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തു. ഞങ്ങളും റെഡി ആയിട്ട് കാറിൽ കയറി നമ്മളിതാ കൊടുങ്ങല്ലൂർക്ക് അങ്ങോട്ട് പടച്ച് വിടാണ് കേട്ടോ ഗൈസ്. നമ്മൾ കാറിട്ടത് കുറച്ച് നീക്കിയിട്ട് തന്നെയായിരുന്നു, കാരണം നല്ല തിരക്കാണ്, പാർക്കിങ്ങിനും സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ പേ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ കാർ ഇട്ടിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല തിരക്കാണ്, കുറേ പേര് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുറേ പേര് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം രാത്രി വരാനായിട്ട് പ്രത്യേക ഒരു വൈബാണല്ലോ എല്ലാവരും കൂടി വരാനായിട്ട്. അതുകൊണ്ട് രാത്രി കുറേ പേര് വന്നിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. നമ്മളറിയുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. കുറേ പേര് നമ്മളെ തിരിച്ചറിഞ്ഞു, കുറേ പേര് അടുത്ത് വന്ന് സംസാരിച്ചു, കാണാറുണ്ട്, ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അല്ലുവിനെയും മൈനുവിനെയും കാശുകൂട്ടനെയും പാറൂസിനൊക്കെ ചോദിച്ചു, ഓരോരുത്തർ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അവരോടൊക്കെ ഞങ്ങൾ രാജ പറഞ്ഞിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ അപ്പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് ഐസ്ക്രീം കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിഖിൽ ചേട്ടൻ പറഞ്ഞു വരുമ്പോൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ നേരെ ചെന്ന് കണ്ടത് മറ്റേ എന്തുകൊണ്ടാ പറയുന്നതിന് സൈക്കിളും കാറൊക്കെ അങ്ങനെ പട്ടത്തിൽ ചുറ്റിക്കില്ലേ, അതും പിന്നെ തൊട്ടി ഊഞ്ഞാലും പിന്നെ പിള്ളേർക്ക് കളിക്കേണ്ട സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഏതെടുത്താലും 10, 20, 30 ആയിട്ട് ഒരുപാട് കടകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, മുട്ടുസോജിട്ട താഴൂല, അത്രയ്ക്ക് തിരക്കാണ്. കുട്ടികളുടെ കുറേ റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു. പാറക്കുട്ടിക്ക് കയറാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേങ്കിലും ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ ഉണ്ണികളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് വിട്ടില്ല അവളെ. പിന്നെ തൊട്ടി ഊഞ്ഞാൽ കാണാനൊന്നും ഭയങ്കര രസക്കാരം. അതിൻ്റെ സ്പീഡ് കൂടുന്നതനുസരിച്ച് ഓരോ തൊട്ടിന്നും വിവിധ തരം സൗണ്ടുകളായിരുന്നു പുറത്തേക്ക് വന്നിരുന്നത്. ഇതിൽ പേടിയുള്ളവരും കുറേ പേരുണ്ട്, പേടിയില്ലാത്തവരും കുറേ പേര് ഫോണെടുത്ത് വീഡിയോ എടുക്കുന്നവരുണ്ട്, കുറേ പേര് കുറേ കടലാസൊക്കെ കയറിയിട്ട് മുകളിൽ നിന്ന് കുറേ അധികം ആൾക്കാർ നമുക്കത് കാണാം, ഡിഫറെൻ്റ് ആയിട്ട് ആൾക്കാർ. പിന്നെ ഇതിലൊരു കുട്ടി മാത്രം ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് കരഞ്ഞിരുന്നു. അവളെ ആ ഒരു കൂടി അങ്ങ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റി, കാരണം ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ മാത്രം അവളുടേതായ സൗണ്ട് മാത്രം കേട്ടോണ്ട് അങ്ങ് മനസ്സിലായി. അപ്പോൾ ഞങ്ങളത് നോക്കി കണ്ട് ചിരിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ ഗൈസ്. ഇപ്പം എന്തിനും വാങ്ങിക്കണോ? എന്തിനും വാങ്ങിക്കണ്ടല്ലോ, നാളെ വരേണ്ട, നാളെ വാങ്ങിച്ചപ്പോലെ വാങ്ങിത്തരാം, അച്ഛൻ വാങ്ങിത്തരാം കേട്ടോ. അപ്പോൾ കുറേ സാധനങ്ങൾ ഞങ്ങൾ കണ്ട് പകച്ചു നിന്നു. അപ്പോൾ ചേട്ടന്മാർ പറഞ്ഞു ഇപ്പോൾ നമുക്ക് എന്തായാലും ഇത് കണ്ട് പോകാം, കണ്ട് പോയിട്ട് തിരിച്ച് വരുമ്പോൾ അതൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ കരിമ്പിൻ്റെ ജ്യൂസ് എന്തായാലും വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുലുക്കി സർബത്ത് അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ഫുഡ് ഐറ്റംസും സാധനങ്ങളൊക്കെ ആയിട്ട് സമ്പൂർണ്ണമാണ് നമ്മുടെ താലപ്പൊലി. ലീനമ്മ അധികം ഒന്നും വന്നിട്ടില്ല, അമ്മ വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് അമ്മനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വായു ഇപ്രാവശ്യം വന്ന് എന്തായാലും കാണുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതലുള്ളത് ടോയ്സ് കടയാണ് കേട്ടോ. അപ്പോൾ ഇതിലിങ്ങനെ തോക്കും ബലൂണും കാറും വണ്ടിയൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കാണുമ്പോൾ ഇതിൽ കൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മുടെ ചെക്കന്മാർ സൈഡ് വലിയിലുണ്ട്. അല്ലൂസും കാശിക്കുട്ടൻ അയിനൂസൊക്കെ ബോളൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് ചാടി വീണിരുന്നു കേട്ടോ. പിന്നെ അപ്പം അവിടെ വാങ്ങിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തിരക്കാവും. അപ്പോൾ അവരെ പറഞ്ഞ് നമ്മൾ പോയിട്ട് വരുമ്പോൾ വാങ്ങിക്കാന്നാണ്. പക്ഷേ ഇവർക്ക് ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കൊതി തുള്ളി നിൽക്കുകയാണ്. പിന്നെ ഞങ്ങളൊരു പാക്കറ്റ് പൊരി വാങ്ങിച്ചു, കാരണം ഇവർക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. കാരണം ഇവർ കുറച്ച് വേഷം കെട്ടൊക്കെ തുടങ്ങിയപ്പോൾ ഇവരെ വായ അടപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് പൊരി വാങ്ങിച്ചിട്ട് കുറച്ച് കയ്യിൽ തന്നെ പിടിച്ചു. അപ്പോൾ പിന്നെ ഓരോന്നോരോന്നായിട്ട് തിന്നു. പക്ഷേ ഇവർ മാത്രമല്ല തിന്നത്, അതിനിടയിൽ കൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും തിന്ന് നടക്കാനായിട്ട് ഒരു രസമായി. കൂടെ പൊരി തിന്ന് നടക്കാനായിട്ട് പ്രത്യേക സുഖമാണെന്ന് മനസ്സിലായി. ഈ മരങ്ങളുടെ ലോകത്തേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു.
പിന്നെ ഞങ്ങളൊരു സ്ഥലത്ത് എത്തിയപ്പോൾ ഈ ഒരു സാധനം വാങ്ങിച്ചു. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ കുറേ സാലഡൊക്കെ മിക്സ് ചെയ്ത് സോസൊക്കെ ഒഴിച്ച് കപ്പലൻ്റെ ഒക്കെ ഒഴിച്ച് ഇട്ടുന്ന സാധനം ഉണ്ടല്ലോ. അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഇതെല്ലാവർക്കും ഇഷ്ടമായി. അത്യാവശ്യം എരിവൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് അമ്മയ്ക്ക് ഇഷ്ടമായി, അതേപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. എനിക്ക് കുഞ്ഞാവയ്ക്കും അത്ര ഒരു എനിക്ക് ഓക്കെ ആയിട്ട് തോന്നുള്ളൂ, വലിയൊരു സംഭവമായിട്ട് ഫീൽ ചെയ്തില്ല കേട്ടോ. പിന്നെ ഞങ്ങളൊന്ന് റൗണ്ട് അടിച്ച് വന്നപ്പോഴായിരുന്നു പിന്നെ ഇത് തെരുവ് സർക്കസ് കണ്ടത് 2 പെൺകുട്ടികളുടെ. അവരിങ്ങനെ എന്താ പറയുക കുറേ അഭ്യാസങ്ങളൊക്കെ കാണിച്ചത് കാണാനായിട്ട് കുറേ പേരുണ്ടായിരുന്നു. പിന്നെ അവിടെ പൈസയ്ക്ക് വേണ്ടിയിട്ടൊരു തട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ വിഷമമായി. നമ്മൾ ജീവിക്കാൻ വേണ്ടി ഓരോരോ മാർഗ്ഗങ്ങൾ അവർ പക്ഷെ അധ്വാനിച്ചാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു അഭിമാനവും ഉണ്ട്. അതൊക്കെ ഒരു സംഭവമാണല്ലേ. ലാസ്റ്റ് പിന്നെ ഈ ഒരു ഐറ്റം ആട്ടോ ടയറുമത് കത്തിച്ച് വെച്ച് തീ കത്തിച്ച് അതിനുള്ളിൽ കൂടെ ചാടാന്നുള്ളത്. നമ്മളെല്ലാവരും ഈ പറഞ്ഞ പോലെ ചെറിയ പേടിയോട് കൂടിയിട്ടാണ് നോക്കി നിൽക്കുന്നത്. ഓരോരോ എന്താ പറയുക ഓരോരോ തൊഴിലുകൾ എല്ലാം അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ചേട്ടന്മാർ പൈസ ഒക്കെ ഇട്ട് കൊടുത്തു. കാരണം നമുക്ക് സത്യം പറഞ്ഞാൽ കാണുമ്പോൾ കുറച്ച് വിഷമവും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇങ്ങനെ കാണിക്കുന്ന കാണുമ്പോൾ ഒരു തന്നെയാണ്. പക്ഷെ എന്താ ഓരോരോ തൊഴിലാണ് അല്ലേ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവർക്ക് ടോയ്സ് വാങ്ങിക്കാൻ കയറിയിട്ടാ. ടോയ്സിനൊക്കെ ആണെങ്കിൽ തീ പിടിച്ച വിലയായിരുന്നു. എന്നാലും ഇവർക്ക് കുറച്ച് ടോയ്സുകളൊക്കെ വാങ്ങിച്ചു കൊടുത്തു നമ്മൾ. ടോയ്സൊക്കെ വാങ്ങിച്ച് വന്ന വഴി നമ്മൾ കരിമ്പിൻ്റെ ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറി നിൽക്കുകയാണ്. അവിടെയാണെങ്കിൽ നല്ല തിരക്കുണ്ട്. നമ്മൾ എല്ലാവർക്കും ജ്യൂസ് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ. എല്ലാവർക്കും ഒരുവിധം വയ്യാണ്ടായി തുടങ്ങി. പ്രത്യേകിച്ച് ഇവരെടുത്ത് നടന്നിട്ടും പിന്നെ ഹീൽസ് ചെരുപ്പായിരുന്നു ഇട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം തീരുമാനമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ജ്യൂസ് നല്ല ജ്യൂസായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു ജ്യൂസ്. അതിൽ കുറച്ച് നാരങ്ങ ഒഴിച്ചിട്ടും ഇഞ്ചിയൊക്കെ ഇട്ടിട്ടും പിന്നെ തണവൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കുടിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഇത്രയും അവിടെയൊക്കെ നടന്ന് കറങ്ങി വന്നുകൊണ്ട് ചെറിയൊരു ക്ഷീണവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് നല്ല രസമുണ്ടായിരുന്നു കുടിക്കാനായിട്ട്. പിള്ളേർക്കും കൊടുത്തു. കുറച്ച് തണവായാലും ഇച്ചിരീശ അവർ കൊതിട്ടപ്പോൾ അവർക്ക് കൊടുത്തു. അത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്മയ്ക്ക് കുറച്ച് പൊരിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അത് വാങ്ങിച്ചു കൊടുക്കാൻ കയറിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് ഭയങ്കര വേഷം കെട്ട് ജെംസ് മിഠായി വേണം, നാരങ്ങ മിഠായി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും പറയണ്ട. ഇപ്പോൾ ഇതാണ് പരിപാടി. എവിടെ പോയാലും ഇങ്ങനത്തെ വേഷം കെട്ടുകളൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും. Ya, pero vamos a
അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അച്ഛനൊന്ന് കയറി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോവാണ്. പിന്നെന്താ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ അമ്മമാരായിട്ട് പോയിട്ടുള്ളൊരു ഡേ എന്ന് പറയാനായിട്ട്. പിന്നെ ഞങ്ങൾ പോയത് ഒറ്റയ്ക്കാണ്, ഞങ്ങൾ 4 പേര് മാത്രമാണ്. അത് പ്രത്യേക രസമായിരുന്നു കേട്ടോ, ഞങ്ങൾ മാത്രമായിട്ട് പോയപ്പോൾ. ഇത് നമ്മൾ 4 പേരും പോയപ്പോഴത്തുള്ള വീഡിയോ കേട്ടോ. അന്ന് അമ്മമാരൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമായിരുന്നു. അന്നും ഈ പറഞ്ഞ തന്നെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിയൊക്കെ നടന്നു, കുറേ പേര് അറിയുന്നവരൊക്കെ കണ്ട് സംസാരിച്ചു, അങ്ങനെയൊക്കെ വാങ്ങിക്കല്ലോ. ഇവിടെ കച്ചവടം ചെയ്യാൻ വന്നിരിക്കുന്നതിൽ കുറേ പേർക്ക് ഉണ്ണികളുണ്ട്. അവരൊക്കെ ഇതേപോലെ ഇരുത്തി, അതേപോലെ തൊട്ടിലൊക്കെ ഇരുത്തിയിട്ടാണ് അവർ കച്ചവടം ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ ചെറിയൊരു വിഷമമായി കണ്ടപ്പോൾ. അന്നും നമ്മൾ ഈ സാധനം വാങ്ങിച്ച് കഴിച്ചു. ഇതേപോലെ തന്നെ കുറേ സലാഡൊക്കെ ഇട്ട് മിക്സ് ചെയ്തത് ഈ സാധനം അന്നും ഈ പറഞ്ഞ പോലെ ചേട്ടന്മാർക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ടിട്ടാണ് അമ്മമാരൊക്കെ പോയപ്പോൾ വീണ്ടും വാങ്ങിച്ച് കഴിച്ചത്. ആ സാധനം കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ ഐസ്ക്രീം കടയിലേക്ക് പോയി. അവിടെ കുറേ വെറൈറ്റി ഐസ്ക്രീമിൻ്റെ പേരൊക്കെ എഴുതിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്ര വെറൈറ്റി ആയാലും ഞാൻ എപ്പോഴും വാങ്ങിക്കുന്ന ഒരു സാധനം ഉണ്ട്, മറ്റേ ചോക്കോ. ആ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചോക്ലേറ്റിൻ്റെ. ചേച്ചി റെഡ് വെൽവെറ്റ് അങ്ങനെ എന്താണ് വാങ്ങിച്ചത്. എന്തുവാടാ നോക്കോ നല്ല വേനെടുത്തുണ്ടോ ഉറപ്പണ കാര്യത്തിൽ. ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മുടെ പിള്ളേരൊന്നും ഞങ്ങൾ മേയാൻ വിട്ട് താഴത്തേക്ക് ഇറക്കി. അപ്പോൾ ഇവർക്ക് 2 പേരും ഷൂസ് ഇട്ടായിരുന്നു. കാശുകുട്ടൻ്റെ ഷൂസ് കാറിലായതുകൊണ്ട് കാശുകുട്ടൻ ഞങ്ങൾ ഇറക്കില്ല കേട്ടോ, കാലം ഇനി വേറൊന്നും ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞങ്ങൾ നടന്ന് വടക്കേ നടയിലെത്തി. അവിടെ ഇതേപോലെ കുരങ്ങനെയും അതേപോലെ തന്നെ കുരങ്ങനല്ലല്ലോ ചിമ്പാൻസിനെ അതേപോലെ തന്നെ ആമേനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇവർക്ക് കാണിച്ചു കൊടുത്തു. പിന്നെ തൊട്ടപ്പുറത്ത് ഗാനമേള ഉണ്ടായിരുന്നു, പഴയ സോങ്സൊക്കെ ആയിട്ടുള്ളൊരു ഗാനമേളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മ്യൂസിക് ഇടാത്ത, കോപ്പിറൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കുറച്ച് നേരം നിന്ന് കണ്ടു. അപ്പോഴേക്കും ഇവന്മാർക്ക് ചെറുതായിട്ടൊക്കെ വിശക്കാൻ തുടങ്ങി. ഞങ്ങൾ പാപ്പം കൊടുത്തിട്ടായിരുന്നു കൊണ്ടുപോയെങ്കിൽ പോലും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പാൽ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രിപ്പ് പാല് കലക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് കാറിൽ പോയിട്ട് വേണം കൊടുക്കാനായിട്ട്. അല്ലൂട്ടന് ഈ സമയമായപ്പോഴേക്കും നൈസായിട്ട് വാശി തുടങ്ങി. കാരണം കുറച്ച് നേരത്തെ മുന്നായിരുന്നു ഇവരെ നടക്കാൻ വിട്ടത്. പിന്നെ അവനെടുത്തപ്പോൾ അവന് ഭയങ്കര വാശിയായി തുടങ്ങി. അവൻ്റെ വാശിയും പിന്നെ അതേപോലെ തന്നെ ഉറക്കം വന്നിട്ടുണ്ടെങ്കിൽ അവൻ ഭയങ്കര സ്വസ്ഥമായ സ്ഥലം വേണം ഉറങ്ങാനായിട്ട്. കാറിൻ്റെ ഉള്ളിലൊന്നും വെച്ചിട്ട് അവൻ ഉറങ്ങൂല, അല്ലെങ്കിൽ ഇങ്ങനെ പീച്ചിക്കുട്ടി പിടിച്ചാലൊന്നും ഉറങ്ങുന്നില്ല. അവൻ സ്വസ്ഥമായിട്ട് കൊണ്ടൊക്കെ നടക്കണം. അവൻ നിഖിൽച്ചേട്ടൻ പാവം അവൻ്റെ പിന്നിലായിരുന്നു. അവൻ ഉറക്കാൻ വേണ്ടിയിട്ട് വാശി പിടിച്ചിട്ട് എന്ത് കാണിച്ചു കൊടുത്തിട്ടും അവനൊരു സമാധാനം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് നിഖിൽച്ചേട്ടൻ അവനെടുത്തിട്ട് ഓടി നടക്കുകയാണ്. അന്നത്തെ ദിവസം ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി ഇവർക്ക് പന്തും സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തുട്ടാ. പിന്നെ ലീനമാമ വന്നപ്പോൾ ലീനമാമ വകയായിരുന്നു പിള്ളേർക്ക് എല്ലാവർക്കും ടോയ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തത്. അപ്പോൾ ഇവർക്കും ഇപ്പം പോലെ എന്തോ ജീപ്പ് JCB അതൊക്കെ നോക്കി. അന്ന് അവർ പറയണ പൈസയാണ് അന്നത്തെ ദിവസം, നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്നാലും പിള്ളേർ ആഗ്രഹമല്ലേ, ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തു ടോയ്സൊക്കെ. പൊട്ടിക്കാം. ഇതാ അപ്പൊ ഇതിലേതാ വേണ്ടേ അമ്മ മോനെ, ഇതിലേതാ വേണ്ടേ?
നല്ല പറഞ്ഞ മതി. അപ്പൊ ഇത് പെട്ടെന്ന് ചീത്തയാവില്ല കണ്ടത് അജയനോടില്ല. കണ്ടല്ലോ, ഇത്രയാണ് നമ്മുടെ താലപ്പൊലി വിശേഷങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങൾ അടിച്ചു വിളിച്ചൊരു താലപ്പൊലിയായിരുന്നു. പിന്നെ പിള്ളേരുള്ളതുകൊണ്ട് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു എല്ലാ കാര്യം ചെയ്യാനും. പിന്നെ ഇവർ എടുത്ത് പിടിച്ച് നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. കുറേ നേരം നമ്മൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ സമയം പോയത് അറിയില്ലല്ലോ. നമ്മളിങ്ങനെ നടന്നും കണ്ടും പിടിച്ചും നിന്നും വെറുതെ ഓരോന്ന് നോക്കിക്കും, അല്ലെങ്കിൽ വെറുതെ കുറച്ച് നേരം നിൽക്കും. പിന്നെ നമ്മളവിടെ വർത്താനം പറയും, നമ്മളെ അറിയുന്ന ഒരു വർത്താനം പറയും. അപ്പം അങ്ങനെ ഇവരെ ഫുൾ ടൈം എടുത്ത് പിടിച്ച് നടക്കൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. നല്ല രസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അടുത്ത താലപ്പൊലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോഴേക്ക് ഇവർ കുറച്ചുകൂടി വലുതായി ഞങ്ങൾക്ക് കുറച്ചുകൂടി സുഖം ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഗൈസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സപ്പോർട്ടൊക്കെ കുറച്ച് കുറവാട്ടോ, കുറച്ച് കൂട്ടണം, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, സീ യു.